പ്രിയപ്പെട്ടവരെ, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. എന്നാലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരു 10-15ഓളം പുസ്തകങ്ങൾ ഞാൻ ഈ ഇടയ്ക്ക് വായിക്കുകയുണ്ടായി. നമുക്കറിയാം, മാതൃഭൂമി ബുക്സ് ആയാലും DC ബുക്സ് ആയാലും മറ്റ് പബ്ലിക്കേഷൻസുകളായാലും ഇപ്പോൾ പുതിയ വായനക്കാർക്ക് വേണ്ടി നിരവധി ചെറിയ ചെറിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ വായിക്കാനിടയായ ഒരു പുസ്തകമാണ് ശ്രീ പാർവതി എന്ന് പറയുന്ന എഴുത്തുകാരിയുടെ ഒരു മികച്ച പുസ്തകമായ മാധവി എന്ന് പറയുന്നൊരു പുസ്തകം. ആ പുസ്തകത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ മുഴുവൻ കഥയൊന്നും പറഞ്ഞ് അതിൻ്റെ ആ രസം ഞാൻ കളയുന്നില്ല. നിങ്ങൾക്ക് അവസരം കിട്ടുവാണെങ്കിൽ ഈ പുസ്തകം വായിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, വളരെ മികച്ചൊരു പുസ്തകമാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസ് ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ കഥയുടെ ചെറിയ ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ടും 3 സ്ത്രീ കഥാപാത്രങ്ങളാണുള്ളത്. അതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഒന്ന് മാധവി, ഒന്ന് മേനക, ഒന്ന് പാർവതി എന്നിങ്ങനെ 3 കഥാപാത്രങ്ങളെയാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും ഇതിനകത്ത് നിരവധി കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ആ കഥാപാത്രങ്ങൾക്കൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം എഴുത്തുകാരിയായ ശ്രീ പാർവതി ഈ നോവലിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ഒരു ഹൊറർ ത്രില്ലറായിട്ട് നമുക്കിത് ഫീൽ ചെയ്യുമെങ്കിലും അത്രയ്ക്ക് ഭയാനകമായ എഴുത്തൊന്നും ഇതിലില്ല. പിന്നെ ചെറിയൊരു ത്രില്ലിങ് എന്ന് വെച്ചാൽ ഒരു മിസ്സിങ് ഒക്കെ വരുന്നുണ്ട്. അത് ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. അന്നേരം ഈ മാധവി എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് കഥ മുന്നോട്ട് നീങ്ങുന്നത്. ഈ പുസ്തകം തുടങ്ങുന്ന ആ കാലയളവിൽ ഈ മാധവി എന്ന് പറയുന്ന ആ സ്ത്രീയെ അറിയപ്പെടുന്നത് തെക്കേലമ്മ എന്ന പേരിലാണ്. ആ സമയത്ത് ഇവർ കുറച്ച് ഏജ്ഡാണ്, വാർദ്ധക്യ ആ ഒരു പ്രായത്തിലേക്ക് കടന്നിരിക്കുന്ന ടൈമിലാണ് പുസ്തകം തുടങ്ങുന്നത്. ആ ടൈമിൽ ഈ മാധവിയുടെ അല്ലെങ്കിൽ ഈ തെക്കേലമ്മയുടെ വീട്ടിൽ ജോലിക്കായിട്ട് നിൽക്കുന്ന അവിവാഹിതയായ മേനക എന്ന് പറയുന്ന കഥാപാത്രം, മുമ്പേ നമ്മൾ സൂചിപ്പിച്ചിരുന്നു മേനക. ഈ മേനക എന്ന കഥാപാത്രം 2 ദിവസത്തേക്ക് വീട്ടിൽ പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞ് ഈ തെക്കേലമ്മയുടെ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ തെക്കേലമ്മയുടെ വീട്ടിൽ വരുന്നതുമില്ല, വീട്ടിലും ചെന്നിട്ടില്ല. അങ്ങനെ അവർ മിസ്സാവുന്ന ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വിലാസ് രാജ് എന്ന പേരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നതും, അന്നേരം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ തെക്കേലമ്മയുടെ വീട്ടിൽ ചെന്ന് കുറ്റാന്വേഷണം നടത്തുന്നതും, അന്നേരം ആ വീട്ടിൽ സ്ഥിരമായി വരുന്ന പാർവതി എന്ന് പറയുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, എന്ന് വെച്ചാൽ ഈ തെക്കേലമ്മ അഥവാ ഈ മാധവിയുടെ വീട്ടിൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന പാർവതി എന്ന് പറയുന്ന കുട്ടിയെപ്പറ്റി അറിയുകയും ചെയ്യുകയാണ് കഥയുടെ ഇതിവൃത്തം. അവർക്ക് ഈ മേനകയെ കണ്ടെത്താനും സാധിക്കുന്നില്ല. അന്നേരം ഈ കഥ നടക്കുന്നത് നാരായണീശ്വരം എന്ന് പറയുന്നൊരു ഗ്രാമപ്രദേശവും അവിടുത്തെ ജനങ്ങളുമായിട്ട് ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുന്നോട്ട് നീങ്ങുന്നത്. ഈ നാരായണീശ്വരത്തുകാർക്ക് നിലവിൽ ഈ മാധവി അല്ലെങ്കിൽ ഈ തെക്കേലമ്മ എന്ന് പറയുന്നത് ദൈവത്തിന് തതുല്യമായൊരു സ്ത്രീയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, അവർ ഈ അസുഖങ്ങളൊക്കെ വരുമ്പം തെക്കേലമ്മയുടെ അടുത്ത് ചെല്ലുകയും അവരുടെ ചെറിയ ചില പൊടിക്കൈകളൊക്കെ കാരണം ഈ അസുഖങ്ങൾ ഭേദമാകുകയും പിന്നെ ഇവരുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ ഈ തെക്കേലമ്മ അവരെ സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ ദൈവത്തിൻ്റെ ഒരു പ്രതിച്ഛായയാണ് ഇവരിതിൽ നൽകുന്നത്. ഇനി ഈ നാരായണീശ്വരത്തോട്ട് തെക്കേലമ്മ വരുന്നതെന്ന് വെച്ചാൽ, തെക്കേലമ്മ അല്ലെങ്കിൽ ഈ മാധവിയെ ദാമോദരൻ എന്ന് പറയുന്ന നാരായണീശ്വരത്തെ ഒരു പ്രമുഖ പ്രമാണിയും അവിടുത്തെ ഒരു മജിസ്ട്രേറ്റും ആയിരുന്ന ദാമോദരൻ എന്ന് പറയുന്ന വ്യക്തി കല്യാണം കഴിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഈ മാധവി ആ വീട്ടിൽ ദാമോദരൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ വലിയ വീട്ടിൽ ഈ ദാമോദരനും ഈ മാധവിയും മാത്രമാണുള്ളത്. സ്വാഭാവികമായിട്ട് അയാളിൽ നിന്നും ശാരീരികമായും മാനസികമായും കുറേയധികം വേദനകൾ ഈ മാധവിക്ക് സഹിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഈ മാധവിയുടെ കുട്ടിക്കാലം അവരുടെ അച്ഛനും അമ്മയും ഒത്ത് റഷ്യയിലായിരുന്നു. ഈ മാധവി പഠിച്ചതും വളർന്നതുമൊക്കെ റഷ്യയിലായിരുന്നു. ആ റഷ്യയിൽ പഠിക്കുന്ന സമയത്ത് ഈ മാധവിയും മാധവിയുടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഒരു ദുർമന്ത്രവാദ ക്ലാസ്സിന് പോകുന്നതായിട്ട് കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഈ ദാമോദരൻ്റെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ അവരന്ന് റഷ്യയിൽ വെച്ച് ചെയ്ത ആ ദുർമന്ത്രവാദം ഇവർ വീണ്ടും പൊടിതട്ടിയെടുത്ത് ആ ദുർമന്ത്രവാദത്തിലൂടെ
ഈ ദാമോദരനെ അവർ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ദാമോദരനെ കൊലപ്പെടുത്തിയതിന് ശേഷം അവർ ആ വലിയ തറവാട്ടിൽ ഒറ്റയ്ക്ക് താമസമാകുന്നു. അതിനുശേഷം അവിടുത്തെ ജനങ്ങളുമായിട്ട് ഇവർ കുറേയധികം പ്രശ്നങ്ങളിൽ ഉൾപ്പെടുകയും അങ്ങനെ ആ ജനങ്ങൾ ഇവരെ അവിടുന്ന് ഓട്ടിക്കുകയും അതിനുശേഷം ഇവർ വീണ്ടും ദുർമന്ത്രവാദത്തിലൂടെ ശക്തി ആർജിച്ച് വീണ്ടും തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്ന് ഈ ഗ്രാമവാസികളെ മൊത്തവും ഇവരുടെ അധീനതയിലും ആക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ തെക്കേലമ്മ എന്ന പേരിലേക്ക് അറിയപ്പെടുന്നത്. അതുവരെ ഇവർ മാധവിയായിരുന്നു. ഈ പറയുന്ന പോലെ ജനങ്ങൾ ഇവരെ ഓട്ടിച്ചതിന് ശേഷം ഇവർ ദുർമന്ത്രവാദം ഉപയോഗിച്ച് ഇവർ വീണ്ടും ഈ ജനങ്ങളെ മൊത്തം അധീനതയിലാക്കി തെക്കേലമ്മ എന്ന പേരിൽ പിന്നീട് അങ്ങോട്ട് അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ മേനകയെന്ന് പറയുന്ന ഈ തെക്കേലമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന ആ ജോലിക്കാരിയെ കാണാതാകുന്നത് ഈ പാർവതി എന്ന് പറയുന്ന ആ കോളേജ് വിദ്യാർത്ഥിയിൽ ചെറിയ ചില സംശയങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ തെക്കേലമ്മയോട് ഈ പാർവതി തന്നെ പോയി ചോദിക്കും ഈ മേനക എവിടെ പോയെന്നുള്ളത്. അന്നേരം ആ സമയത്ത് ഈ തെക്കേലമ്മയാണെങ്കിൽ ഒരു പുസ്തകം എടുത്ത് ഈ പാർവതിക്ക് കൊടുക്കും. ആ പുസ്തകം എന്ന് വെച്ചാൽ ഈ തെക്കേലമ്മയുടെ ചരിത്രമാണ്. അങ്ങനെയാണ് ഈ പാർവതി ഈ തെക്കേലമ്മ ആരായിരുന്നു എന്നും എങ്ങനെ ഈ രൂപത്തിലോട്ടായി എന്നും ഒക്കെ ഈ പാർവതി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇത് പാർവതി മനസ്സിലാക്കുന്നു. പിന്നീട് ഈ പാർവതിക്ക് തന്നെ മനസ്സിലാക്കുന്നു ഈ മേനക എന്ന് പറയുന്ന ആ പെൺകുട്ടിയെയും ഈ പറയുന്ന തെക്കേലമ്മ തന്നെ ഈ ദുർമന്ത്രവാദത്തിലൂടെ ഇല്ലാതാക്കിയതാണെന്നും, കാരണം ഈ തെക്കേലമ്മയുടെ രഹസ്യങ്ങൾ ഈ മേനക എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ മേനക എന്ന് പറയുന്ന ആ വീട്ടു ജോലിക്കാരി കാണാൻ ഇടയായതുകൊണ്ട് ഈ മേനക ഇല്ലാതാക്കുന്നതും അതുമായിട്ട് ചുറ്റിപ്പറ്റി ഈ വിലാസ് രാജ് എന്ന് പറയുന്ന പോലീസ് ഓഫീസറോട് ഈ പാർവതി ഈ കഥ പറയുന്നതും ഒക്കെയാണ് ഈ കഥയുടെ ഇതിവൃത്തം. മൊത്തത്തിൽ ഇത് വായിച്ചു കഴിഞ്ഞാൽ കുറേ സസ്പെൻസും പിന്നെ കുറേ പഴയകാല പശ്ചാത്തലങ്ങളും ഈ ദുർമന്ത്രവാദവും അതുമായിട്ട് ചുറ്റപ്പെട്ട് ഈ കുറേ അധികം ആൾക്കാരെ ഈ മാധവി വശീകരിക്കുന്നതും അങ്ങനെ മൊത്തത്തിലൊരു ദുർമന്ത്രവാദം, ഒരു ചെറിയൊരു മിസ്സിങ്, അങ്ങനെ അത്തരത്തിൽ ചെറുപ്പക്കാർക്ക് കുറച്ച് നമുക്ക് കുറേ മോട്ടിവേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ആ കഥ വായിക്കാൻ വീണ്ടും തോന്നുന്ന രീതിയിലുള്ള ഒരു എഴുത്താണ് മാധവി ഇതിലൂടെ നമ്മൾക്ക് തുറന്നു കാട്ടിത്തരുന്നത്. വളരെ കൃത്യമാർന്ന എഴുത്തുകളാണ് ഇതിനകത്തെങ്കും നമ്മൾക്ക് ഒരു രീതിയിലും ഒരു കുറ്റവും ഒന്നും കണ്ടെത്താൻ പറ്റുന്നതല്ല. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 260 രൂപയോളം വില വരുന്ന 200 പേജുള്ള ഒരു പുസ്തകമാണിത്. ഇത് നമ്മുടെ DC ബുക്സിലും പിന്നെ നമ്മുടെ ഓൺലൈനിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. നിങ്ങൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വായന അനുഭവം തന്നെ നിങ്ങൾക്ക് ഈ പുസ്തകം തരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.